ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സർവീസ് റിലേറ്റഡ് അല്ല എങ്കിലും ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നത് എൻജിനീയറിംഗ് സ്റ്റുഡൻസ്, അതുപോലെ പോളിടെക്നിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ്, ITI പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇലക്ട്രോണിക്സ് സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർ, സർവീസ് എൻജിനീയേഴ്സ്, ഇവർക്കെല്ലാം ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് പല കമ്പോണൻസുകളും സർവീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരും. അപ്പം അവരുടെ ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, ചില ICകൾ കിട്ടാൻ സാധ്യത ഇല്ലായിരിക്കാം, ചില കമ്പോണൻസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരുപാട് കമ്പോണൻസുകൾ, ഇതിപ്പം റിലേ ആണ്. ഇപ്പം ഈ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നമുക്ക് നമുക്കതിൻ്റെ ലിസ്റ്റ് അയച്ചു തന്നു കഴിഞ്ഞാൽ, അതിൻ്റെ യഥാർത്ഥമായ റേറ്റിംഗ് ലിസ്റ്റൊക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. നമുക്കിതുപോലെ റിലേകൾ, അതുപോലെ മോസ്ഫെറ്റുകൾ, റെഗുലേറ്ററുകൾ, പിന്നെ നമ്മുടെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, നമ്മൾ പല IGBT, അതുപോലെ റെഗുലേറ്ററുകളും മോസ്ഫെറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കമ്പോണൻസിൻ്റെ പുറകിൽ നമ്മൾ ഹീറ്റ് സിങ്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഫിക്സ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടുകൾ, കപ്പാസിറ്ററുകൾ, പല വാല്യൂ ഉള്ള കപ്പാസിറ്ററുകൾ, അതുപോലെ റെസിസ്റ്ററുകൾ പല വാല്യൂ ഉള്ളത്, പല വാട്ടിൻ്റെ റെസിസ്റ്ററുകളുണ്ട്. പിന്നെ പല ഡയോഡുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡയോഡുകൾ, പല വാട്ടിലുള്ള റെസിസ്റ്ററുകൾ, പിന്നെ അതുപോലെ തന്നെ LED പല സൈസ് LED, പല കളറിൻ്റെ LED, അതുപോലെ ഫ്യൂസുകൾ, പല റേറ്റിംഗ് ഉള്ള ഫ്യൂസുകൾ, വലുതും ചെറുതുമായിട്ടുള്ള, അതുപോലെ ICകൾ, പല നമ്പറിലുള്ള ICകൾ, പിന്നെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഇതുപോലത്തെ ഹീറ്റ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ വയറുകൾ ജോയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന, പല കാര്യത്തിനും ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഹീറ്റ് സ്ട്രിങ്ങുകൾ, നമുക്ക് പല സൈസിൻ്റെത്, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസുകൾ, അതുപോലെ തന്നെ മറ്റ് പല സ്പെയറുകൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, പല സർവീസ് എൻജിനീയേഴ്സ്, അതുപോലെ ടെക്നീഷ്യന്മാർക്കൊക്കെ ചില കമ്പോണൻസുകൾ അവൈലബിലിറ്റി ഇല്ലായിരിക്കാം ചില ഏരിയയിൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ചില പ്രോജക്റ്റുകൾ ചെയ്യണമെങ്കിൽ ചില കമ്പോണൻസുകൾ ആവശ്യമാണ്. അതുപോലെ ടെക്നീഷ്യന്മാർക്ക്, സർവീസ് എൻജിനീയേഴ്സിനൊക്കെ ചില കമ്പോണൻസ് കിട്ടാതെ വരുന്നതുകൊണ്ട് ചില വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ ഒരു ബോർഡ് തന്നെ ചില കമ്പോണൻസിൻ്റെ ഷോർട്ടേജ് കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റാതെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചില ഏരിയയിൽ എല്ലാ കമ്പോണൻസുകളും അവൈലബിലിറ്റി ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കുക, അവർക്കൊരു രീതി ആകട്ടെ എന്നുള്ളതാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് എന്താണ് റിക്വയർഡ് എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ഷോപ്പിൽ പോയി വാങ്ങുന്ന പ്രൈസിൽ ആയിരിക്കത്തില്ല, ആ പ്രൈസിനെക്കാട്ടിലും പ്രൈസ് കൂടുതലായിരിക്കും. കൊറിയർ ചാർജ് വരുന്നുണ്ട്. ഞങ്ങൾ പല ഷോപ്പുകളിലും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്താണ് ഒന്നിച്ച് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴെന്നല്ല, നിങ്ങൾ ഷോപ്പിൽ പോയി ഡയറക്റ്റ് വാങ്ങുമ്പോൾ ഉള്ള പ്രൈസിനേക്കാൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സാധനങ്ങൾ അവൈലബിലിറ്റി ആയിരിക്കും. സാധനങ്ങൾ മാക്സിമം എന്തെല്ലാം അവൈലബിലിറ്റി നിങ്ങൾ തരുന്ന ലിസ്റ്റിലുണ്ടോ അത് ഞങ്ങൾ എത്തിച്ചു തരും. നിങ്ങൾ പല ഷോപ്പുകളിൽ കയറി വാങ്ങിക്കുന്നതും ചിലപ്പം ചില സാധനങ്ങൾ കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അടുത്ത ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചില കമ്പോണൻസ് കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പ്രോഗ്രാമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ചാർജ്, ഞങ്ങളിത് കമ്പോണൻസുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ്,
അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പം ചാർജ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ കമ്പോണൻസ് റിക്വയർഡ് ആണ്, ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സർവീസ് നടക്കൂ എന്നൊക്കെ വരുന്ന രീതികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് താല്പര്യമാണോ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാ കമ്പോണൻസുകളും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കമ്പോണൻസുകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോർട്ട്ലി നമ്മൾ അത് പല ബോർഡുകളിലും ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻവെർട്ടർ ബോർഡുകൾ, ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡുകൾ, അതുപോലെ തന്നെ ആംപ്ലിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡുകൾ, അതുപോലെ റെഫ്രിജറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെയറുകൾ, അതുപോലെ സ്പെയറുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അല്ലാതെ വലിയ സാധനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ആയിട്ട് അറിയിക്കണം. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു പേയ്മെൻ്റ് എല്ലാം അഡ്വാൻസ് ആയിട്ടായിരിക്കും, പേയ്മെൻറ്റ് അഡ്വാൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ചാർജുണ്ട്. കമ്പോണൻസ് പ്ലസ് കൊറിയർ ചാർജ് പ്ലസ് ഞങ്ങളുടെ സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർത്തൊരു ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിത് കളക്ട് ചെയ്ത് അയച്ചു തരത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പെയറുകൾ അവൈലബിലിറ്റി ഇല്ലാത്തവർ, ഒരു ടെക്നീഷ്യന്മാർക്ക്, സർവീസ് എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ്, അതുപോലെ പോളിടെക്നിക്ക്, ITI, ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉള്ളൊരു പ്രോഗ്രാമാണ്. എക്സ്പെൻസാണ്. ഷോപ്പിൽ പോയി വാങ്ങുന്ന പ്രൈസിലൊന്നും ആരും ചിന്തിക്കേണ്ട. അതിൽ നമുക്ക് ഈ എക്സ്പെൻസ് കൂടും. കാരണം കൊറിയർ ചാർജും നമ്മൾ കളക്ട് ചെയ്യുന്ന ചാർജും സർവീസ് ചാർജും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു എമൗണ്ട് വരും. പക്ഷേ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് പാക്ക് ചെയ്ത് അയച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഇതിനോടുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാ സ്പെയറുകൾ, ICകൾ, അതുപോലെ എല്ലാ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.